രണ്ട് ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചു പ്രേക്ഷകരെ. ആദ്യ ദൃശ്യങ്ങൾ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കട്ടളയുടെ ദൃശ്യങ്ങളാണ്. അത് സ്വർണം പൂശി അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അതൊരു പൂജ നടത്തുന്നത്. അത് ജയറാമിൻ്റെ വീട്ടിൽ വെച്ചല്ല, അത് മറ്റൊരിടത്ത് വെച്ചാണ് വീരമണിയും ജയറാമും അടക്കമുള്ളവർ ചേർന്ന് ശബരിമലയിലേക്ക് കൊണ്ടുപോയ കട്ടള എന്ന് പറയാം, ശ്രീകോവിലിൻ്റെ കവാടം പൂജിച്ചുകൊണ്ട്. ഇത് തന്നെയാണ് ബംഗളൂരുവിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് വാതിൽ പൂജ എന്ന പേര് കൊടുത്തു. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഈ രണ്ട് സ്ക്രീനിലും പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കുക. ഇതിൽ ഒരു ദൃശ്യം പ്രേക്ഷകർ കാണുന്നത് വ്യാജ വാതിൽ കവാടം നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതാണ് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് കാണുന്നത്. പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് വ്യാജവാതിലാണ്. ഇത് യഥാർത്ഥത്തിൽ ജയറാമിനെയും വീരമണിയും പോലെയുള്ളവരെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ശബരിമലയിൽ കൊണ്ടുപോയി ശ്രീകോവിലിന് മുന്നിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണെന്ന് പറഞ്ഞ് ശബരിമലയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അവർക്കൊരു അവസരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ നിർമ്മിച്ചെടുത്തിരിക്കുന്ന സാധനമാണ്. ഇത് സ്വർണ്ണമാവണം എന്നില്ല, ശബരിമലയിൽ ഇത് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ രണ്ടാമത്തെ പ്രേക്ഷകർ കാണുന്നതിൻ്റെ സ്റ്റിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, നിശ്ചല ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശബരിമലയിലെ ശ്രീകോവിലുള്ള ഈ സ്വർണ്ണപ്പാളിയിലുള്ള ദ്വാരപാലകരാണെന്ന് നമ്മൾ സംശയിക്കുന്നു. അത് തന്നെയാണ് ശബരിമലയിൽ ഈ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളുടെ ഭാഗമായിട്ടുള്ള പാളി. ആ പാളി 14 പാളികളായിട്ട് മാറ്റിയാണ് കൊണ്ടുപോകുന്നത്. ആ 14 പാളികളും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നതിന് മുൻപ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കുന്നതിന് മുൻപോ അതിനുശേഷമോ, മുൻപെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ കമ്പനി പറയുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തിയതിന് ശേഷം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വന്നത് തിരിച്ചു കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഇയാൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഇതേപോലെ പൂജ നടത്തിയിട്ടുണ്ടോ? അതിലൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ജയറാമിൻ്റെ വീട്ടിൽ 14 പാളികളായി ഈ ദ്വാരപാലക ശില്പപാളി അവിടെ എത്തിച്ച് പൂജ നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മകനും ഭാര്യയുമുണ്ട്. ഒപ്പം ജയറാമിനെയും നമുക്ക് അവിടുത്തെ വീട്ടിലുള്ള ദൃശ്യങ്ങളിൽ കാണാം. ഇത് കൂടാതെയാണ് വ്യാജ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ റഹീസ് റഷീദ് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വാതിൽ കവാടം, ശ്രീകോവിൽ കവാടം വ്യാജമായിട്ട് നിർമ്മിച്ച് ജയറാമിനെ പറ്റിച്ചു. രണ്ടാമത്തത്, യഥാർത്ഥത്തിലുള്ള ഈ ദ്വാരപാലക ശില്പപാളി 14 പാളികളാക്കി മാറ്റി അത് ജയറാമിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ഒന്ന് വ്യാജമായി നിർമ്മിച്ചതും ഒന്ന് യാഥാർത്ഥ്യത്തിലുള്ളതെന്ന് നമുക്ക് സംശയം ജനിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ അല്ലേ? അരുൺ, രണ്ടും രണ്ടാണ്. അരുൺ പറഞ്ഞതുപോലെ രാവിലെ നമ്മൾ കൊടുത്ത സ്ക്രീനിൽ വിഷ്വലായി കാണിക്കുന്നത് ശ്രീകോവിലിൻ്റെ വാതിൽ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആന്ധ്രയിലുള്ള ഒരു അയ്യപ്പ ഭക്തനിൽ നിന്ന് പണം വാങ്ങി ചെന്നൈയിൽ കൊണ്ടുവന്ന് അത് ആന്ധ്രയിൽ നിർമ്മിച്ച് ചെന്നൈയിൽ കൊണ്ടുവന്ന് സ്വർണം പൂശി അതിൻ്റെ പൂജ നടത്തിയതാണ് ജയറാം പൂജയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൽ ജയറാമിനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇത് സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ശ്രീകോവിലിൽ ഇനി മുതൽ വെക്കാൻ പോകുന്ന നടവാതിലാണ് ഇത് എന്ന് പറഞ്ഞാണ് അത് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പൂജാകർമ്മങ്ങളിലും മറ്റും ജയറാമിനെ ഭാഗമാക്കിയിരിക്കുന്നത്. അതൊന്ന്, അത് സത്യത്തിൽ സന്നിധാനത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലല്ല. അങ്ങനെ ഒരു വാതിൽ സന്നിധാനത്തിൻ്റെ ശബരിമലയുടെ മഹസറിൽ ഇല്ല എന്നാണ് നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്.